വ്യൂവേഴ്സ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനിതാ ഒരു കടലാസൊക്കെ പിച്ചെടുക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇന്ന് വേറെ ഒന്നുമല്ല കേട്ടോ, നാളെ ഹൈസോൻ്റെ സ്കൂളിൽ ക്രിസ്മസ് പരിപാടി ഉണ്ട്. അപ്പോൾ അവർക്ക് കാർഡ് അതേപോലെ സ്റ്റാർ ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓനക്കൊരു ചെറിയ സ്റ്റാർ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് യെല്ലോ കളർ ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. A4 ഷീറ്റാണിത്, A4 ഷീറ്റിൻ്റെ കളർ സൈസ്. അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഞാനിതായിരുന്നു ഒരെണ്ണം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കണുണ്ട്. യൂട്യൂബ് നോക്കിയിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ ഉണ്ടാക്കണത്. അല്ലാതെ എനിക്ക് സ്റ്റാർ ഉണ്ടാക്കാനൊന്നും അറിയില്ല. നമ്മൾ വേറെ സ്ഥലത്തുനിന്ന് കണ്ട് അത് മനസ്സിലാക്കി അങ്ങനെ ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് കട്ടിയുള്ള ഒരു തരം ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര പാടാണ് കേട്ടോ. ഈ ഒരു ഷീറ്റിൻ്റെ ഉള്ളിൽ 10 കളർ ഉണ്ട് കേട്ടോ. 10 ഷീറ്റും 10 കളറിലാണ്. അങ്ങനെ തന്നെ ഞാൻ ഒരു വിധം എങ്ങനെയൊക്കെ ഇതൊന്ന് മടക്കാനും കൂടെ പറ്റണില്ല കേട്ടോ, ഭയങ്കര കട്ടിയാണ്. അങ്ങനെ ഞാനിതാ എല്ലാം അങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ മടക്കിയിട്ടുണ്ട്. ഇനി നടുഭാഗത്തായിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കട്ടെ. നമ്മൾക്ക് സ്റ്റാർ തൂക്കാനുള്ള കയറുണ്ടല്ലോ അത് വെച്ചിട്ട്. അപ്പോൾ ഞാൻ അയലുമെന്ന് ചെറിയ കഷ്ണം ഒരു കയറെടുത്തേന്ന് കേട്ടോ. അത് കട്ടി കുറച്ചിട്ട് എടുത്തതാണ്. എന്നിട്ട് അത് ഇതാ നടുഭാഗത്തായിട്ട് തന്നെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഈ 2 നടുഭാഗം കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നടുഭാഗത്തിൽ ഞാനിതാ ഒന്ന് ഫെവിക്കോൾ തേച്ചിട്ട് ഒന്ന് പശ തേക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ തന്നെ പഴയ കൂട്ടുകാരും പുതിയ കൂട്ടുകാരും നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ലൈക്കും കമൻറ്റും ഒക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതൊന്നും ആരും വിട്ടു പോകരുത്. അപ്പോൾ നമ്മളിത് കഷ്ടപ്പെട്ടിട്ട് ഇത് ഒട്ടിക്കുകയാണ് കേട്ടോ. ഇത് നല്ല വെട്ടിയെടുക്കണം കേട്ടോ, ഞാനത് പറയാൻ മറന്ന്. ഇതങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ട് ഒന്ന് മടക്കിയതിന് ശേഷം 2 സൈഡിലും ഒന്ന് കോണാക്കിയിട്ട് ഒന്ന് വെട്ടി കൊടുക്കുമ്പോൾ അതാ ഈ ഷേപ്പിലേക്കാരം കിട്ടുക. എന്നിട്ട് വേണം ഇത് ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഭാഗം ഒട്ടിച്ചു. എന്നാലും നല്ലപോലെ ഒന്നും ഉണങ്ങിയിട്ടില്ല. നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. സ്റ്റാർ ആക്കണ്ട നമുക്കിത് എങ്ങനെയും. അപ്പോൾ ഈ ഭാഗത്തും ഞങ്ങൾ പശ തേച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുകയാണ് ഞാൻ ഈ സംഭവം. അപ്പോൾ വിട്ടാൽ ഇത് പോകട്ടാ. അപ്പോൾ ഉണങ്ങണ വരെ കുറച്ച് നേരം പിടിച്ച് കാച്ചിട്ടാണ്. അതാ സംഭവം അങ്ങനെ ഉണ്ട് എന്ന് പറയണേ. പിടിച്ച് എൻ്റെ കയ്യുമ്മ പശയിടൂ. വിട് ഉള്ളിലൊക്കെ ഇത് വന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണം. തിരിച്ചു പിടിച്ച് സംഭവം അടിപൊളിയാണ് കേട്ടോ. പക്ഷേങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാൻ നല്ല പണിയുണ്ട്. ദീമ ഇങ്ങോട്ട് താത്തി പിടിച്ചാൽ സംഭവം അടിപൊളിയാണ്, പക്ഷെ ഒട്ടിപ്പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ദീമ ഇത് കാല് മാറ്റാ. ഇതോ ഇതാണ് നമ്മളുടെ ക്രിസ്മസ് സ്റ്റാർ. ഇവിടെ ഒട്ടിയാ ഈ ഭാഗം? ഇവിടെ കുറച്ചും കൂടെ ഒട്ടാണ്ടല്ലോ ഇതിങ്ങനെ ഇല്ലേ? അപ്പോൾ ഇതാണ് ക്രിസ്മസ് സ്റ്റാർ ഞങ്ങൾ ഉണ്ടാക്കിയ, ഐസോന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ക്രിസ്മസ് സ്റ്റാർ. അവിടെയൊക്കെ എത്തുമെന്നാവോ. അപ്പോൾ കുറേ സമയമായിട്ടും ഒരാളിതിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കണം കേട്ടോ, ഒരു നിവൃത്തിയില്ല ഒട്ടാൻ. അപ്പോൾ ഞങ്ങളിതാ സ്റ്റാപ്ലെയർ വെച്ചിട്ട് മെല്ലെ അപ്പുറത്തും ഇപ്പുറത്തും അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. നമുക്കതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് ഗായ്സ് ഞങ്ങളെ സ്റ്റാർ? കമൻ്റായിട്ട് അറിയിക്കണേ, ഭംഗിയുണ്ടെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ നമ്മൾ ചെറുതായിട്ട് ഇവിടെ കണ്ട പശയാണ് ഇട്ടതൊക്കെ അവിടെ വൃത്തിയേടായി. അവിടെ ചെറുതായിട്ട് ഇതാ ഇവിടെയും അടിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവിടെ അടിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇതൊന്ന് റെഡി ആയത്. സെറ്റായി. കിസ്മസ് ഡ്രസ്സ് ഇടാത്തോണ്ട് കാണിക്കാൻ പറ്റൂല കേട്ടോ ഓനെ. ഇനി ഞങ്ങൾ ഐസിന് ഒരു ക്രിസ്മസ് കാർഡും കൂടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ ഫോണിൽ നോക്കിയിട്ടാണ് കേട്ടോ അത് ഓരോന്നും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളേക്കാനും ഇതിൽ കാണിക്കുക. നിങ്ങളിതിവിടെ ഭയങ്കര കാര്യപ്പെട്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് എന്തോ കരയണ ഒച്ച അങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് റൂം മൊത്തം അടിച്ച് പെറുക്കി നോക്കിയപ്പോഴാണ് ഈ ഒരു സാധനത്തിനെ കണ്ടത്. ഇതാണ് ഇരുന്ന് കരയണത് കേട്ടോ. ഇത് പൈസ കിട്ടും, പൈസ വരാനുണ്ട്, ഭാഗ്യം വരാനുണ്ട് എന്നൊക്കെ പറഞ്ഞേക്കാം ഇതുണ്ടായാൽ. എന്നാൽ ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് പൈസ പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം ഐസക്കുട്ടിക്ക് സ്കൂൾ ഫീസ്, ബസ് ഫീസ്, കുറേ ഫീസുകൾ കൊടുക്കാൻ ഇപ്പോൾ ടീച്ചർ കൂടെ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഗ്രൂപ്പിൽ അല്ലേ. അപ്പോൾ പൈസ പോവാനും ഇയാൾ വരും കേട്ടോ. പൈസ വരാൻ മാത്രമല്ല പൈസ പോവാനും ആൾ നല്ല ഉഷാറാണ്. അപ്പോൾ അങ്ങനത്തെ അന്ധവിശ്വാസങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഉമ്മ ഇങ്ങനെ പറയണതാണ് കേട്ടോ, എന്നപ്പോൾ നമ്മളൊക്കെ കോടീശ്വരന്മാരായിരുന്നു ഇപ്പോൾ ഇത് വന്നാൽ പൈസ കിട്ടും എന്നൊക്കെ. അപ്പോൾ ആളാണ് ഇരുന്നിങ്ങനെ കരയുന്നത്.
പച്ചത്തുമ്പി എന്നാണ് കേട്ടോ പറയല്. ഇതിൻ്റെ കാപ്പി കളറുള്ള വരലുണ്ട്. അതൊക്കെ വന്നാൽ ചോക്ലേറ്റ് കിട്ടും മിഠായി കിട്ടും എന്നൊക്കെയാണ് പറയുക ഞങ്ങൾ. അപ്പം ഇവനാണ് ഇരുന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കണത്. ഐസുവോ കണ്ടാ ആരാണിത്? പച്ചത്തുമ്പി. ഓൻ്റെ പിന്നെ പച്ചത്തുമ്പിയാണ്. ഇവിടെ കാർഡിൻ്റെ പരിപാടി ഏകദേശം തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. സ്റ്റാർ ഉണ്ടാക്കി നമ്മൾ മാറ്റി വെച്ചേക്കണ്. കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്രിസ്മസ് ട്രീകളാണ് ഇട്ടത്. അപ്പോൾ ഐസിന് ഞാൻ അന്നൊരു ദിവസം സ്റ്റിക്കർ വാങ്ങിച്ചിരുന്നത് സ്റ്റാറിൻ്റെ കേട്ടോ. ഓൻ എടുത്തതാണ് വാശി പിടിച്ചിട്ടാ. ഉമ്മച്ചി അത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ ഇങ്ങനെ സ്റ്റാർ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ, ഇങ്ങനത്തെ സ്റ്റിക്കറൊക്കെ വെച്ചിട്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഓന് വേണമെന്ന് പറഞ്ഞാണ്. അപ്പോൾ അതിമെന്ന് കുറച്ച് പറിച്ചിട്ട് ഇതിമലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് സ്റ്റാറുകൾ. ഇനി ഇതിമ കൂടെ വെക്കണം കേട്ടോ. മൂന്ന് ക്രിസ്മസ് ട്രീയിലും നമ്മൾ ഇതേപോലെ സ്റ്റാറൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പല കളറുള്ള സ്റ്റാറുകളുണ്ട് ഇതിൽ. അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഹാർട്ടുകളുണ്ട് ഈ സൈഡിൽ കണ്ട. അതൊക്കെ നമുക്കിതിൽ വേണമെങ്കിൽ വെച്ചുകൊടുക്കാം കേട്ടോ. ഇതിൻ്റെ പരിപാടി ഇതവിടെ ഇങ്ങനെ ആയിട്ടേ ഉള്ളൂ. ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഞാനിതാ. ബ്ലാക്ക് കളറിൻ്റെ ഒരു ഇതാണ് ഇട്ടത്. അതിൽ എന്നിട്ട് ഫയൽ പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തതാണിത്. അന്ന് രാത്രി കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ചങ്ങായിനെ ഇവിടെ ഒട്ടിക്കാൻ മറന്നേനു. ഇതിനെന്താണ് പറയുക, സാൻഡാന്നോ, അതിനെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു കട്ടിങ് എടുത്തിട്ട് ഇവിടെയും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ട്. അപ്പോൾ ഒന്നും കൂടെ കളറായിട്ടുണ്ട്. റയ്യാനോ അങ്ങോട്ട് കൊണ്ടുവരും ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ചെറിയൊരു ഹാർട്ടുകൾ ഉണ്ടല്ലോ, അതിമ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ അവിടെ ഇടയിലൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും അതിനോ തരുന്നില്ല. ഇങ്ങോട്ട് കൊണ്ടുവരും കുഞ്ഞു. അതെന്താടി അവിടെ കാട്ടണ പോലെ. നമ്മൾ ഈ അപ്പൂപ്പനെ 2 റൗണ്ട് കട്ട് ചെയ്തിട്ട്, ഒരു വലുതും ചെറുതും കട്ട് ചെയ്തിട്ട്, പിന്നെ അതിന് മുകളിൽ കാണുന്ന തൊപ്പി നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ. പിന്നെ നമ്മൾ ആ ഷാൾ ഇട്ടുകണല്ലോ, അത് നമ്മൾ വരച്ചു കൊടുത്തതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതേ കണക്കിന് കണ്ട ഒരു കുഞ്ഞൻ അമ്പിളി കഷ്ണത്തിന് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ സ്റ്റാർ ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൽ നിന്ന് ഇട്ടിട്ട് പിന്നെ അത് അവിടെ നിന്ന് ഇനി സ്റ്റാർ കണ്ട ഇതൊക്കെ വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ സ്റ്റാർ ഇത് നമ്മൾ അന്ന് ഐസുകുട്ടിക്ക് വർക്ക് ചെയ്യാനായിരുന്നില്ലേ. അപ്പോൾ ആ വർക്ക് ഷീറ്റ് ഏതായാലും ചെയ്തിട്ട് വെറുതെ ഇരിക്കുകയാണല്ലോ. ഇനി ഇത് നമുക്ക് ഉപകാരപ്രദമാക്കട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഈ ബോക്സ് എടുത്ത് നോക്കിയതാണ്, എന്തെങ്കിലുമൊക്കെ കിട്ടുമോ ചെയ്യാനെന്ന്. അന്നത്തെ ഈ ബോക്സ് ഉണ്ടല്ലോ എൻ്റെ. അപ്പോൾ എടുത്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിന് ഇപ്പോൾ ഒരു അമ്പിളി മാമനെ കിട്ടി. അത് ഇവിടുന്നാണ് കേട്ടോ കിട്ടിയത്. ഒരു സ്റ്റാർ അതിമെന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റാർ ഈ നിൽക്കണ്. ആരായിരിക്കണേന്ന് നോക്കി ചെറുതായിട്ടൊരു കളറൊക്കെ ഉണ്ടായിരുന്നുണ്ട് അതിൻ്റെ പുറത്ത് അന്ന് ചെയ്ത പെയിൻറ്റിൻ്റെ. അത് ഞാനേതാ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് കുറച്ചുണ്ട്. ഇവിടെ നമ്മൾ ഫുള്ളാക്കിയത് ഇപ്പം ഇങ്ങനെയായിട്ട് ഇരിക്കത്. അങ്ങനെ അടുത്ത ദിവസമാണ് ഞാനിത് ഫുള്ളായിട്ട് നിങ്ങളെ കാണിക്കണത് കേട്ടോ. ഇന്നലെ വീഡിയോ എടുക്കലും ഇത് ഒട്ടിച്ച് വെക്കലും ഒക്കെ കൂടെ നടക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെ അടിയിൽ കാണുന്നത് മരങ്ങൾ ക്രിസ്മസ് ട്രീൻ്റെ ഒക്കെ പോലെ ഇന്നലെ ഞാൻ കാണിച്ചില്ലേ വർക്ക് ഷീറ്റ് ഐസിൻ്റെ അതിമെന്ന് വെട്ടിയെടുത്താണ് കേട്ടോ. ആ മരങ്ങളൊക്കെ ഓരോന്നായിട്ട് വെട്ടിയെടുത്തിട്ട് അവിടെ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഒരു വൈറ്റ് പേപ്പറിൽ മേരി ക്രിസ്മസ് എഴുതിയിട്ട് അതും അവിടെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ വലിയ സ്റ്റാറിന് എടുത്തില്ലേ അതേപോലത്തെ ഒരു സ്റ്റാറും പിന്നെ ഒരു ട്രീയും കൂടെ ഉണ്ടാക്കിയിട്ട് മുന്നിൽ വെച്ചെടുത്തു. പിന്നെ യെല്ലോ കളർ കുറേ കുഞ്ഞു കുഞ്ഞു സ്റ്റാറുകൾ ഉണ്ടായിരുന്നു. അതും അതിൻ്റെ ചുറ്റുഭാഗത്തും അങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മളെ ക്രിസ്മസ് കാർഡിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഫോട്ടോ എടുക്കാനും രസത്തിനും വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെയൊക്കെ ഒരു വെള്ള തുണി വിരിച്ചിട്ട് അതിലേക്ക് ഞാൻ ഈ ബൾബ് ഉണ്ടല്ലോ കത്തണേ അതും വിരിച്ചു കൊടുത്തിട്ട് നമ്മളെ സ്റ്റാറും പിന്നെ ഐസിന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു ക്രിസ്മസ് തൊപ്പി അതും വെച്ചെടുത്തു. പിന്നെ ബാക്കിൽ ഷാസ് ഐസിന്ന് വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട് അവൻ്റെ പേരും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അവൻ്റെ ക്യൂട്ടായിട്ടുള്ള ക്രിസ്മസ് കാർഡ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ഇടണേ, അതേപോലെ ലൈക്ക് തരണേ. അങ്ങനെ രാവിലെ അവന് സ്കൂൾക്ക് പോകണ നേരത്താണ് കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ കൂടെ വേണ്ടിയിട്ട് സെറ്റ് ചെയ്താണ്. അതൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നൂൽപുട്ടാണ് കേട്ടോ. അവനക്ക് ഇന്നലെ രാത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂൽപുട്ട് ഉണ്ടാക്കി തരണം, ഇടിയപ്പാണ് കേട്ടത് ഉണ്ടാക്കി തരണം എന്നുള്ളത്. അങ്ങനെ ഞാൻ പിന്നെ വെള്ളക്കടല പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളക്കടല തന്നെ വേണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ വെള്ളക്കടലയും നൂൽപുട്ടും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൽ തന്നെ വെള്ളക്കടലക്കറി വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിരുന്നു കേട്ടോ. അതേപോലത്തെ ഒരു നൂൽപുട്ടും വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഓനക്ക് ഞാൻ രണ്ടും ഇവിടെ റെഡിയാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളക്കടലക്കറിയും ഉണ്ട് നൂൽപുട്ടും ഉണ്ട്. ഇഷ്ടമായോ ഐസുവാ? ഹാപ്പി ആയോ? അപ്പോൾ ഒന്നും എൻ്റെ ഇഷ്ടമില്ലാത്ത എൻ്റെ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ വെള്ളക്കടല കേട്ടോ. അപ്പോൾ എനിക്ക് കറി നന്നായിട്ട് വേണം. എനിക്ക് ഇഷ്ടപ്പെട്ട കറിയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പറ്റൂട്ടാ. ചിക്കന് മീൻ അതൊന്നും താല്പര്യമില്ല. ഈ വെള്ളക്കടലോടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. മതി കറി ചോദിച്ചത് മതി, ഇനി വേഗം കഴിച്ചോളൂ. ഇവിടെ പിന്നെ ഒരാളുണ്ട്, ഞങ്ങൾക്ക് കറിയൊന്നും വേണ്ട, ഞങ്ങൾ പച്ചക്കന്നെ തിന്നു. ഇല്ല ഐസുവാ? അല്ലല്ലേ റയ്യാനുവാ? പിന്നെ എനിക്കുള്ളതും ഞാൻ വിളമ്പിയിട്ടുണ്ട് കേട്ടോ. 2 നൂൽപുട്ട് എടുത്തിട്ടുണ്ട്.
രണ്ടിൻ്റെ മുകളിലും നമുക്ക് കറി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇവിടെ ഐസൂൻ്റെ ഒപ്പം തിന്നാൻ നിന്നാലേ നമുക്ക് കറിയൊന്നും കിട്ടൂല. നല്ല കറി മൊത്തം എനിക്ക് തന്നെ വേണം. പിന്നെ ഇതാ ചായ എടുത്തിട്ടുണ്ട് കേട്ടോ, കട്ടൻ ചായ മതിയടാ. അവനക്ക് കറി പറഞ്ഞു കൊടുത്തത് ഐസിന് കറീൻ്റെ ടേസ്റ്റിനെ പറ്റിയിട്ടും കടല ടേസ്റ്റിനെ പറ്റിയിട്ടും ഒക്കെ മറ്റവനോട് പറഞ്ഞിട്ട് മറ്റവനക്ക് വിളമ്പി കൊടുക്കണം കേട്ടോ. അപ്പം ഇതാ വെള്ളക്കടലക്കറിയും അതുപോലെ തന്നെ പിന്നെയും ചോദിച്ചോട്ടാ, കുഴപ്പമില്ല. 3 4 ഒക്കെ തിന്നു. ബിസ്മില്ലാ. അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു. പിന്നെ ഞാനും ഓനും കൂടെ ഒറ്റ ഓട്ടമായിരുന്നു കേട്ടോ. ഞാൻ ഓനെ എടുത്തിട്ട് PT ഉഷ ഓടണ പോലെ ഓടിയുന്നത്. വെള്ളിയാഴ്ച ആയിരുന്നു, ബസ് നേരത്തെ വരൂലേ. അങ്ങനെ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ബായ്.